ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ പറമ്പിലാണ് കേട്ടോ. ഇവിടെ ഈ പാവലൊക്കെ റീപ്ലാന്റ് ചെയ്യാനായി. ഇതിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞു, അവസാനത്തെ ഒരു ഘട്ടമാണ്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ അനിയത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് പറിച്ചു കൊടുത്തു വിടാം എന്നൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പം നമുക്ക് പറിച്ചാലോ? കാര്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വിളവെടുക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ വെച്ച് നനച്ച് അതിനകത്ത് ഇങ്ങനെ പൂ വരുമ്പം തൊട്ടേ ശരിക്കും പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇതിന് മുന്നേ ഞാനൊരു തവണ പാവൽ വെച്ചപ്പം അത് ഞാൻ സ്കൂൾ ടൈമിൽ പാവൽ വെച്ച് അതിങ്ങനെ അത് ഭയങ്കര വലിയ പാവയ്ക്കലുണ്ടായിട്ടുണ്ട്. എന്നാൽ കണ്ട ആൾക്കാരൊക്കെ ഇത്രയും വലിയ പാവയ്ക്ക അതൊക്കെ ഒട്ടും നമ്മൾ വിചാരിക്കാതെയൊക്കെ കിട്ടുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അച്ഛൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പറമ്പിലായതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പാടുണ്ട്. എന്നും ഈവനിങ്സ് ഈ സമയം കണ്ടെത്തി അതിന് വെള്ളം ഒഴിച്ച് വളമിട്ടൊക്കെയാണ്. അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഈൽഡ് കിട്ടി. അതായത് ഒരു 3-4 മാസം എന്ത് വന്നാലും നമുക്ക് ഈ പാവയ്ക്ക അത്യാവശ്യം വിളവ് വന്നിട്ടുണ്ട്. അത് നമ്മൾ മാത്രമല്ല കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കി അയൽവക്കത്ത് എല്ലാ വീട്ടിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അവരും അവരുടെ ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഈ വഴുതന നമ്മളധികം നമ്മൾ വീട്ടിലങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. സാമ്പാറിനകത്തിടാനും അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഉള്ള ഒരു മെഴുക്കുവരട്ടി വയ്ക്കാനും. എന്നാലും ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കഴിഞ്ഞും ശരിക്കും അതിങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ് കേട്ടോ. ഈ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് കൃഷി ഒരു വലിയ ആശ്വാസമായിരിക്കും. അവർക്കുണ്ടാകുന്ന ഡിപ്രഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓവർകം ചെയ്യാനും. അതുമാത്രമല്ല, നമ്മളെന്ത് വർക്ക് പ്രഷറിലാണെങ്കിലും നമുക്കൊരു ഓൾട്ടർനേറ്റീവ് കാണണം ഒരു റിലാക്സേഷന് വേണ്ടി. വെറുതെ ഇരിക്കുന്നതിനെ കഴിഞ്ഞും ശരിക്കും നമുക്ക് മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഹാബിറ്റ് അങ്ങനെ ചൂസ് ചെയ്യുമ്പം ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് കൃഷി കേട്ടോ. ഒത്തിരി ഇപ്പം ഞാനാണെങ്കിൽ തന്നെ നമ്മൾ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ഭയങ്കര ടയേർഡായിരിക്കും. കുറച്ച് നേരം ഇതുപോലെ പച്ചക്കറിയുടെ കൂട്ടത്തിലോ അല്ലെ ചെടികളുടെ കൂട്ടത്തിലൊക്കെ പോയിരിക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിന് ഭയങ്കര റിലാക്സേഷനാണ്. വെറുതെ ഒന്ന് ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടി ഒന്ന് നടന്നാൽ മതി. നല്ല അതൊരു ഒരു മെഡിറ്റേഷൻ, നല്ലൊരു മെഡിറ്റേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അത് ഇപ്പം ഞാൻ പറഞ്ഞ് കേൾക്കുന്നതിനെ കഴിഞ്ഞും ഇത് ശരിക്കും ചെയ്യണം. അതായത് കൃഷിയിലേക്ക് ഇറങ്ങണം. ഒരുപാടൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒരു 10 കൂട് ഗ്രോ ബാഗിൽ വെച്ച് മതി, നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അതിനെ പരിചരിക്കണം. ശരിക്കും നമ്മൾ അതിനെ പരിചരിച്ച് അങ്ങനെ കിട്ടുന്ന ഈൽഡ് അത് നമുക്ക് തിരിച്ച് തരുമല്ലോ. അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം 100 ഇരട്ടിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പച്ചക്കറികളായാലും ചെടികളായാലും ഒക്കെ നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പം അതൊക്കെ ഒരു അനുഭവിച്ചറിയേണ്ട സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇപ്പം ഈ പറമ്പിൽ നമ്മുടെ അത്യാവശ്യം ഈ പയറും പാവലും ഒക്കെ വിളവെടുപ്പിൻ്റെ ഒരു അവസാന ഘട്ടത്തിലായി. പയറൊക്കെ ഒന്ന് മുരടിച്ചു തുടങ്ങി. ഇപ്പം ഇത് റീപ്ലാന്റ് ചെയ്യണം. പിന്നെ വെയിലിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. വെള്ളത്തിൻ്റെ ചെറിയ ഇഷ്യൂ ഒക്കെ വരും. അപ്പം എങ്ങനെയാണെന്നറിയത്തില്ല. എന്താണെങ്കിലും നിർത്തത്തൊന്നുമില്ല. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് വേണ്ടിയെങ്കിലും ഉള്ളത് നമ്മൾ കൃഷി തന്നെ എടുക്കണം. അതിനിപ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. എൻ്റെ ഗ്രോ ബാഗിൽ ഞാൻ കിളിർപ്പിച്ചെടുത്ത ചെടികളെപ്പറ്റി ഞാൻ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ, അതുമൊക്കെ ഗ്രോ ബാഗിലേക്ക് വെക്കാനുള്ള സമയമായി ശരിക്കും. അങ്ങനെ നമ്മൾ വിത്തിട്ട് അത് മുളച്ച് ഇതാ. അപ്പം നമ്മൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും പാവയ്ക്ക പറിക്കാനുണ്ട്. നമ്മളത് പറിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്, പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിപ്പോൾ ഇവർക്ക് കൊടുത്തുവിടാം, അനിയത്തിക്ക് കൊടുത്തുവിടാൻ പറിച്ചാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.